എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്, ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായി സംസാരിക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസിന്റെയും ലീഗിന്റെയും തന്നെ എംപിമാർക്ക് കേന്ദ്രം നൽകിയ മറുപടി തെളിവായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇടത് സർക്കാർ കേരളത്തിൽ PMC നടപ്പാക്കിയിട്ടില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല. ഒരു ധാരണാപത്രം മാത്രമായിരുന്നു LDF സർക്കാർ ഒപ്പുവെച്ചത്. അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇടത് സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം നമുക്ക് മുന്നിൽ നിൽക്കുകയല്ലേ? എന്നിട്ടും LDF സർക്കാർ പദ്ധതി നടപ്പാക്കിയത് കൊണ്ടാണ് ഇതുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നതെന്ന് UDF സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കൾ പുട്ടിന് പീരയിടുന്നത് പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് പാർലമെന്റിൽ UDFന്റെ തന്നെ 2 എംപിമാർ ഇന്നലെയും ഇന്നുമായി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കി അവരുടെ സംസ്ഥാന സർക്കാരിനെയും മുന്നണിയെയും വെട്ടിലാക്കിയിരിക്കുന്നത്. ഒപ്പുവെച്ചാലും സംസ്ഥാനത്ത് PM3 പദ്ധതിയിൽ നിന്ന് പിന്മാറാമെന്ന് കേന്ദ്രം രാജ്യസഭയിൽ വ്യക്തമാക്കിയത് ലീഗ് MP അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ്. PM3യിൽ നിന്ന് ധാരണാപത്രം ഒപ്പിട്ട സംസ്ഥാനം പിന്മാറിയ അനുഭവം രാജ്യത്ത് നേരത്തെയുണ്ട്. പഞ്ചാബ് അത്തരത്തിൽ PM3 പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനമാണെന്ന കാര്യം മന്ത്രി രമേശ് ചെന്നിത്തല ഓർക്കണം. കേരളത്തിൽ PM3 നടപ്പാക്കിയിട്ടില്ലെന്നും പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് സംസ്ഥാനം നൽകിയിട്ടില്ലെന്നും കോൺഗ്രസ് MP ജെബി മേത്തർ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്രം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വ്യക്തമായ യാഥാർത്ഥ്യവും വിവരങ്ങളും നിലനിൽക്കെയാണ് മന്ത്രി ചെന്നിത്തല അസത്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മേമ്പൊടി ചാർത്താൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പിണറായി വിജയനെ ഉപദേശിക്കാത്തത് എന്തേ എന്ന ദുർബല വാദം ഉയർത്തുകയാണ്. ഇത്രയും വ്യക്തമായ വിവരങ്ങളും വസ്തുതകളും നമ്മുടെ മുന്നിലുള്ളപ്പോൾ തരിമ്പും സത്യമില്ലാത്ത കാര്യം ഒരു ആഭ്യന്തര മന്ത്രിക്ക് പറയാൻ എങ്ങനെ സാധിക്കുന്നു? അവരുടെ തന്നെ MPമാർ കൊണ്ടുവന്ന ഉത്തരങ്ങൾ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണല്ലോ. LDF സർക്കാർ പദ്ധതി നടപ്പാക്കാതെ പിന്മാറിയത് കൊണ്ടാണ് പിന്നീട് വന്ന UDF സർക്കാർ ആദ്യം മുതലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറാകുന്ന നിലയുണ്ടാകുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ടും എങ്ങനെയാണ് മന്ത്രി ചെന്നിത്തലയ്ക്ക് വാസ്തവ വിരുദ്ധമായി സമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുന്നത്?